എല്ലാവരും കൂടി എന്നെ ഭ്രാന്തിയാക്കുക. എനിക്ക് ശരിക്കും ഭ്രാന്തുണ്ടോ? അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊടുക്കുന്ന മോളാ. അമ്മയെ രാജ്ഞിയെ പോലെ ഇവള് വാഴിക്കും. അമ്മ മകളാ. ശരി, നന്നായി പ്രാർത്ഥിച്ചോളൂ. ഇതെന്ത് പറ്റി? ഒരു സങ്കടാവസ്ഥയാണല്ലോ. സാറേ, ചായ കുടിച്ചില്ലേ? അയ്യോ, ഇതിപ്പോ ചൂടാറിയല്ലോ. ഇയാളെ അങ്ങോട്ട് ഒഴിച്ചോളാ. പൊന്നി, നീ വന്നേ. ഈ ചായ ആറ് തണുത്തിരിക്കാൻ. രാഘവൻ സാറിന് ഒരു ചൂട് ചായ കൊണ്ടുവന്ന് കൊടുത്തേ. ഒരു ഉന്മേഷം ഉണ്ടാവട്ടെ. ചായ മനഃപൂർവ്വം കുടിക്കാത്തതാ. വേറെ ചായ കൊണ്ടുവന്നാലും കുടിക്കില്ല. അതെന്താ അങ്ങനെ? ഇന്നലെ മുതലുള്ള സമരവാ. ശാലിനി കുഞ്ഞിനെയും വിഷ്ണു കുഞ്ഞിനെയും കുട്ടികളെയും കാണണമെന്ന് പറഞ്ഞുള്ള ഒരേ ഇരിപ്പ് സമരവാ. ഇങ്ങനെ കണ്ണടച്ചിരിക്കും. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ പ്രതികരിക്കില്ല. അപ്പൊ സഹന സമരമാ. രാഘവൻ സാറേ, രാഘവൻ സാറേ. എന്തുവാടോ ഇയാൾ വിളിച്ചു പോന്നേ? താൻ തുടങ്ങിയോ? അല്ല സാർ, എഴുന്നേറ്റേ, നമുക്ക് അകത്തിരിക്കാം. ഇടോ പിള്ളേ, ഇയാളെ എനിക്കൊരു സഹായം ചെയ്യോ? എന്താ സാറേ? താൻ പോയേ ശാലിനിയും വിഷ്ണുവും കുട്ടികളെ എവിടെ താമസിക്കാൻ കണ്ടുപിടിച്ചോണ്ട് വന്നാലേ നമുക്ക് പോയിട്ട് അവര് കൂട്ടിക്കൊണ്ടുവരാം. അതിപ്പോ എവിടെയാണെന്ന് വെച്ചാ പോയി അന്വേഷിക്കുന്നേ? എവിടെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. താൻ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അല്ല, അത് നമുക്ക് കണ്ടുപിടിക്കാം. തൽക്കാലം ഇപ്പോ നമുക്ക് സാർ എഴുന്നേറ്റ് നമുക്ക് അകത്തിരിക്കാം. ഞാൻ അതൊക്കെ അകത്തിരുന്നോളാം. ഇയാളിപ്പോ ഞാൻ പറയുന്നത് ചെയ്യ്. ഇപ്പൊ തന്നെ ഇയാള് പോണം. ശരി. പിള്ള ഒരിടത്തേക്കും പോകുന്നില്ല. പിള്ളേ, നമുക്ക് ഒന്ന് രണ്ടിടത്ത് പലിശ പിരിക്കാൻ പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ റെഡി ആയിട്ട് വരുമ്പോ നിങ്ങൾ ഇവിടെ കാണണം. ശരി. ഭാമേ, അതുകൊള്ളാം. ഇതെന്ത് വർത്താനാ ഭാമയെ പറയുന്നേ? ഇയാളോട് നിർത്തേക്കുന്നത് ഞാനാ. എന്റെ കാര്യം നേരെ മണം നോക്കാന്നുള്ളതാ ഇയാൾ ആദ്യത്തെ ജോലി. സമയമുണ്ടെങ്കിലേ നിന്റെ പലിശ പിരിവിന്റെ കണക്കപ്പിള്ളയാൻ വരത്തുള്ളൂ. പക്ഷേ പിള്ളയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് ഞാനാ. പേരിടുന്നതിന് മുമ്പ് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. പിന്നെ വിളിപ്പേര് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പൊ കൊച്ചു സുന്ദരി ഇനി മുതൽ ഓഫീസിൽ ഉണ്ടാവും. 4 പേര് മാറി മാറി ഇവളെ നോക്കിക്കോണം. മാഡം ധൈര്യമായിട്ട് കൊണ്ടുവന്നോളൂ, ഞങ്ങൾ നോക്കിക്കോളാം ഈ സുന്ദരി കുട്ടിയെ. അത് ചെറിയ പരിചയക്കുറവുണ്ടാവും. 2 ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളും. പരിചയമായി കഴിഞ്ഞാ പിന്നെ അവള് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവില്ല. അവക്ക് വിശക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. അല്ല, ഇങ്ങോട്ട് പോരാൻ നേരത്തല്ലേ പാല് കുടിച്ചത്? അവക്ക് വിശക്കുന്നുണ്ടാവും. മോളെ തന്നെ, ഞാൻ പാല് കൊടുക്കാം. കൊണ്ട. അയ്യോ, അച്ഛന്റെ ചക്കര വന്നേ. അച്ഛന്റെ വാവെന്നാ നോക്കുന്നേ? അക്ബർ ട്രേഡേഴ്സിന്റെ നോട്ട്സ് തയ്യാറാക്കിയായിരുന്നോ? തയ്യാറാക്കി മാഡം. എന്തായി കാണിക്കുന്നേ? ചക്കരേ ഇതാ മാഡം. ഈ കേസിന് സമാനമായ കഴിഞ്ഞ 5 വർഷത്തെ സുപ്രീം കോടതിയുടെ വിധികൾ നോക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മാഡം അത് എന്നോട് പറഞ്ഞിരുന്നേ. അച്ഛന്റെ വാവക്കുട്ടിക്ക് പാല് വേണ്ടേ? കുടിക്കണ്ടേ? മാഡം.
എന്നിട്ട് എന്ത് തോന്നുന്നു? നമ്മുടെ ഈ കേസുമായി മാച്ച് ചെയ്യുന്ന അനുകൂല വിധികളുള്ള വല്ല കേസുകളും ഉണ്ടായിരുന്നോ? കുറവാണ് മാഡം. ഓക്കെ. അക്ബർ ട്രേഡേഴ്സിന്റെ കേസ് ഫയലും വിറ്റ്നസ് മൊഴികളും എല്ലാം റെഡിയല്ലേ? റെഡിയാണ് മാഡം. കഴിഞ്ഞ 9 കൊല്ലമായിട്ടുള്ള കേസാ. ഇനിയെങ്കിലും ഇതിനൊരു തീർപ്പുണ്ടായാൽ മതിയായിരുന്നു. ഇനി കുറച്ചുകൂടെ കുടിച്ചാൽ മതി. ചെന്റെ വാവയല്ലേ. അതെ, മോളെയും കളിപ്പിച്ച് ഇവിടെ ഇരിക്കാനാണോ പ്ലാൻ? ഓഫീസിലൊന്നും പോകുന്നില്ലേ? ഞാൻ ആ കാര്യം അങ്ങ് മറന്നു. മോളെ, അച്ഛൻ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ. അയ്യോ, അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതിന്ന് പറ മോളെ. അല്ലാതെ തന്നെ അവിടെ ഉള്ള ഒരാളും പണിയെടുക്കൂല. ഇനി അച്ഛൻ കൂടെ സമയത്തിന് ചെന്നില്ലെങ്കിലേ അവരവിടെ ക്യാരം ബോർഡ് മത്സരം വയ്ക്കും. ജോലി ഭാരം കുറയ്ക്കാനെന്ന പേരില് അതെല്ലാം ജോലിക്കാർക്ക് വാങ്ങിക്കൊടുത്തിരിക്കല്ലേ? ആ മതി മതി മോളെ, ഇത് അച്ഛൻ പോവാട്ടോ. ഇല്ലെങ്കിൽ മോളുടെ അമ്മ ഇപ്പൊ എന്നെ തൂക്കാമിരിക്കും. അതാ പിടിച്ച. കൊച്ചിന്റെ അടുത്തൊന്നും പോവാൻ കഴിയുന്നില്ല അല്ലേ? അത് തന്നെ കാര്യം. പോട്ടെ. ടാറ്റാ. ഭാവേ, അച്ഛൻ പോയിട്ട് വേഗം വരും കേട്ടോ. അതുവരെ നമുക്ക് കളിക്കാം.